കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് SCRT അതുപോലെ തന്നെ SSC, NCERT ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുന്ന PSC പരീക്ഷകളാണ് നമ്മൾ കണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള PSC പരീക്ഷകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നടക്കാൻ പോകുന്ന LDC, LPUP പരീക്ഷകളിൽ UPSC പരീക്ഷകളിലെ ചോദ്യവും കൂടെ നമ്മൾ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ NCERT, SCRT, SSC ചോദ്യങ്ങൾക്ക് ഒപ്പം തന്നെ നമ്മൾ UPSC പരീക്ഷകളിൽ ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുകയാണ്. ഒപ്പം അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ തരുന്നു. നമുക്കറിയാം UPSC പരീക്ഷകളിൽ ഇംഗ്ലീഷ് കമ്പൾസറി ആയിട്ടുള്ള ഒരു പേപ്പറുണ്ട്. അത് റിട്ടൺ എക്സാം ആണ്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് റിട്ടൺ എക്സാമിന് വേണ്ടിയുള്ള ഫോർമാറ്റാണ്. അവിടെ ഓപ്ഷൻസോ ഒന്നും കാണുകയില്ല. പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നത് ഈ പറയുന്ന UPSC പരീക്ഷയിൽ ഇതിപ്പോൾ 2023 ചോദിച്ച UPSC പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. അത് നമ്മൾ ഓരോന്നും എടുത്ത് വിശകലനം ചെയ്തിട്ട് ഈ ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ ഇനി വരാൻ പോകുന്ന LDC, LPP പരീക്ഷകളിൽ ഏത് രീതിയിലൊക്കെ ചോദിക്കാം, ഈ പറയുന്ന ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണോ, നമ്മൾ ഏതെങ്കിലും PSC പരീക്ഷകളിൽ ഈ ടൈപ്പ് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഇതെന്താണ്, റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് ആഫ്റ്റർ മേക്കിംഗ് കറക്ഷൻസ്, ഡു നോട്ട് മേക്ക് അൺനെസസറി ചേഞ്ചസ് ഇൻ ദ ഒറിജിനൽ. അതായത് ഈ പറയുന്ന സെന്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, അതിനെ ശരിയായിട്ട് എഴുതാനാണ് പറയുന്നത്. അൺനെസസറി ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും സെന്റൻസിൽ എഴുതാനും പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മുടെ പരീക്ഷയിൽ എന്താ ഈ ഒരു ഫോർമാറ്റിലല്ല ചോദ്യം. പകരം ഒരു സെന്റൻസ് തന്നിട്ട് അല്ലെ, സ്പോട്ട് എറർ അല്ലെങ്കിൽ എറർ ഡിറ്റക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ചോദ്യം എങ്ങനെയായിരിക്കും, ഇതുപോലൊരു സെന്റൻസ് തരും. എന്നിട്ട് ആ സെന്റൻസ് എന്ത് ചെയ്യും, 2-3-4 പാർട്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കും. ഒരു പാർട്ടിന് A എന്നും, അടുത്ത പാർട്ടിന് B എന്നും, മൂന്നാമത്തെ പാർട്ടിന് C എന്നും, നാലാമത്തെ പാർട്ടിന് D എന്നും കൊടുക്കും. അതിൽ എവിടെയാണോ തെറ്റ് ആ പാർട്ട് നമ്മൾ ആൻസർ ആയിട്ട് എഴുതണം, നമ്മുടെ OMR ഷീറ്റിൽ ബബിൾ ചെയ്യണം. ഇതാണ് നമ്മുടെ പരീക്ഷയിൽ വരിക. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനൊരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ തെറ്റെന്താണ്, ഒപ്പം മറ്റുള്ള ചോദ്യങ്ങൾ, അത് മറ്റുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്ത് പഠിക്കാനും. ഉദാഹരണത്തിന് ഇവിടെ ദ ബുക്ക് കംപ്രൈസസ് ഓഫ് 12 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന സെന്റൻസ് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഓഫ് വന്നിട്ടുണ്ട്, ഓഫ് അല്ലേ. ഈ ഓഫ് വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ചോദ്യം പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാം. എങ്ങനെയായിരിക്കും വരിക, ദ ബുക്ക് കംപ്രൈസസ് ഡാഷ് 12 ചാപ്റ്റേഴ്സ് എന്ന് തന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ഓൺ കാണും, ഓഫ് കാണും, ഇൻ കാണും, പിന്നെ നോ പ്രിപ്പോസിഷൻ നീഡഡ് അല്ലെങ്കിൽ നോ പ്രിപ്പോസിഷൻ എന്നും കാണും. 4 ഓപ്ഷൻസ് ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഓഫ് നമ്മൾ എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. കാരണം കംപ്രൈസസ് ഓഫ് എന്ന് പറയുമ്പോൾ അതിനൊരു എന്താണ്, ഒരു അസാധാരണത്വം നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഓഫ് എഴുതി വെക്കും. പക്ഷെ ഇവിടെ നോക്കുക, ഈ ക്വസ്റ്റ്യനിൽ ഓഫ് ഓൾറെഡി ഉണ്ട്, എന്നിട്ടാണ് നമ്മളോട് പറയുന്നത് തെറ്റ് തിരുത്താൻ. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം, ഇവിടെ ഈ ഓഫ് എന്ന് പറയുന്ന വേണ്ട, അതായത് നോ പ്രിപ്പോസിഷൻ ഹിയർ. അപ്പോൾ നമ്മുടെ പരീക്ഷയിൽ ഞാൻ പറഞ്ഞതുപോലെ ദ ബുക്ക് കംപ്രൈസസ് ഡാഷ് 12 ചാപ്റ്റേഴ്സ് തന്നിട്ട് സെയിം സെന്റൻസ് തന്നെ തരും, തന്നിട്ട് ബ്രാക്കറ്റിൽ പ്രിപ്പോസിഷൻസ് 3 തരും. എന്നിട്ട് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നോ പ്രിപ്പോസിഷൻ എന്നതായിരിക്കും. നമ്മൾ അതിലേക്കൊന്നും പോകത്തില്ല. നമുക്ക് ഈ കംപ്രൈസ് ഓഫ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് എന്താണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്കൊന്ന്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓഫ് എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം കംപ്രൈസസിന് വേണ്ട. ഓക്കെ, എങ്ങനെ വരാവൂ, ദ ബുക്ക് കംപ്രൈസസ് 12 ചാപ്റ്റേഴ്സ് എന്ന് ഓർത്ത് വെക്കുക. കംപ്രൈസസിന് ശേഷം അല്ലെങ്കിൽ കംപ്രൈസിന് ശേഷം അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷനും വേണ്ട, കംപ്രൈസ് എന്ന് മാത്രം മതി. ഓക്കെ, അടുത്തത് ഹി സ്കേഴ്സ്ലി കംസ് ടു സീ മീ നൗ. ഇത് തീർച്ചയായിട്ടും തെറ്റ് തിരുത്താനായിരിക്കും ഈ രീതിയിൽ തന്നെ ചോദിക്കുക. ഇതിനെ വായിച്ചു തരും, വായിച്ചു തന്നിട്ട് ഇവിടെ തെറ്റ് ഏതാണ്, നമ്മൾ ഒറ്റയടിക്ക് വായിച്ചു നോക്കുമ്പോൾ കുഴപ്പവും തെറ്റെന്ന് തോന്നും. പക്ഷേ പ്രശ്നം എന്താണ്, ഈ നൗ ആണ് ഇവിടെ നൗ എന്താണ് എന്താണ് അൺവാണ്ടഡ് ആണ്. ഈ നൗവിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. കാരണം സ്കേഴ്സ്ലി എന്ന് വെച്ചാൽ എന്താ, നെഗറ്റീവ് വേർഡാണ്. പക്ഷേ ഇത് നമ്മൾ ഏത് ടെൻസിലാണ് കൂടുതൽ ഉപയോഗിക്കുക,
സിമ്പിൾ പ്രസന്റുകളാണ് ഉപയോഗിക്കുക. അതായത് ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ സ്കേഴ്സ്ലി, റെയർലി, സെൽഡം, ഹാർഡ്ലി ഒക്കെ ഉപയോഗിക്കുക. ഓക്കെ, അതുപോലെ ഇവിടുത്തെ ടെൻസ് നോക്കുക, കംസ് സിമ്പിൾ പ്രസന്റ് ആണ്. സോ ഇത് സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഇതൊരു വസ്തുതയെ പറയുകയാണ് അല്ലേ, വസ്തുത അല്ലെങ്കിൽ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച്. അതായത് അവൻ എന്നെ കാണാൻ വരാറില്ല എന്നാണ്. അപ്പൊ അങ്ങനെ സ്ഥിതിക്ക് നമ്മൾ ഫാക്ട് ആയിട്ടുള്ളൊരു കാര്യം, വസ്തുതാപരമായിട്ടുള്ള കാര്യം പറയും. അത് നമ്മൾ സിമ്പിൾ പ്രസന്റിലേ പറയാവൂ. സിമ്പിൾ പ്രസന്റിൽ പറയുമ്പോൾ നൗവിന്റെ ആവശ്യം നമുക്ക്. കാരണം നൗ എന്ന് പറയുന്നത് എന്തിന്റെ ടൈമിംഗ് വേർഡ്? പ്രസന്റ് കണ്ടിന്യൂസ് ടൈമിംഗ് വേർഡാണ്. ഓക്കെ, സോ ഇവിടെ നൗ ആണ് തെറ്റായിട്ടുള്ള. അടുത്ത ചോദ്യം, ഇഫ് ഐ വിൽ ഹാവ് ടൈം ഐ ഷാൾ വിസിറ്റ് ദ ആർട്ട് എക്സിബിഷൻ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മെയിൻ ക്ലാസ് നോക്കുക, ഷാൾ വിസിറ്റ് എന്നാണ് വന്നിരിക്കുന്നത്. ഷാൾ വിസിറ്റ് അല്ലെങ്കിൽ വിൽ വിസിറ്റ്, ഷാൾ വിൽ ഓർ ഷാൾ പ്ലസ് V1 എന്ന രീതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഫ് ക്ലോസ് എങ്ങനെ ആയിരിക്കണം? സിമ്പിൾ പ്രസന്റിലായിരിക്കണം. പക്ഷേ ഇവിടുത്തെ ഇഫ് ക്ലോസ് എന്താണ്? സിമ്പിൾ ഫ്യൂച്ചറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വിത്തിനെ ഞാൻ കളയാം. വിത്തിനെ കളഞ്ഞാൽ കറക്റ്റ് ആവും. ഇഫ് ഐ ഹാവ് ടൈം ഐ ഷാൾ വിസിറ്റ് ദ ആർട്ട് എക്സിബിഷൻ. അധികത്തിൽ വേണ്ട. ഇനി അടുത്ത് നോക്കുക, ഹി ബോട്ട് ദ ബുക്ക് ബിഫോർ ഹി മെറ്റ് മീ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കഴിഞ്ഞ കാലത്തിലെ രണ്ട് കാര്യങ്ങളെ കുറിച്ച്, ബോട്ട് എന്ന് പറയുന്ന വെർബ്, അടുത്തത് മെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ കാലത്തിലെ രണ്ട് ക്രിയകളെ കുറിച്ച് പറയും. അവയിൽ കാലതാമസമുള്ളത്, അതായത് ഇവ തമ്മിൽ കാലതാമസമുണ്ടെങ്കിൽ, കാരണം ഇവിടെ ബിഫോർ എന്ന് പറയുന്ന വാക്കുകൊണ്ട് കാലതാമസമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ കാലതാമസമുണ്ടെങ്കിൽ ആദ്യം നടന്നത് നമ്മൾ ഈ ടെൻസിലേ പറയാവൂ, പാസ്റ്റ് പെർഫെക്റ്റ്. രണ്ടാമത് നമ്മൾ പാസ്റ്റിൽ പറയണം. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കും വരിക, ഹി ഡാഷ് ദ ബുക്ക് ബിഫോർ ഹി മെറ്റ് മീ എന്നായിരിക്കും വരിക. എന്നിട്ട് അവിടെ ഓപ്ഷനിൽ ബൈ എന്നുണ്ടാകും, ബോട്ട് എന്നുണ്ടാകും, ബൈസ് എന്നുണ്ടാകും, ഹാഡ് ബോട്ട് എന്നുണ്ടാകും. അപ്പൊ ഇവിടെ ഏതായിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് അവിടെ വരേണ്ടത്? കാരണം അവൻ എന്നെ കാണുന്നതിന് മുമ്പ്, ഹി ബോട്ട് ദ ബുക്ക്, അവൻ ആ ബുക്ക് വാങ്ങിച്ചു. എപ്പോഴാ? ബിഫോർ ഹി മെറ്റ് മീ, എന്നെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൻ വാങ്ങി. അപ്പൊ മെറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ രണ്ടാം നടന്ന സംഭവം. ഇത് ആദ്യത്തെ സംഭവമാണ്. പാസ്റ്റ് പെർഫെക്റ്റിലാണ് വരുന്നത്. ഹി ഹാഡ് ബോട്ട് വേണ്ടിയിരുന്നത്. അപ്പൊ നമ്മുടെ പരീക്ഷയിൽ ഒരു ഡാഷ് വന്നിട്ട് ഓപ്ഷൻസ് തരും. അവിടെ നമ്മൾ ഏത് എഴുതാവൂ? പാസ്റ്റ് പെർഫെക്റ്റ് കാര്യമേ എഴുതാവൂ. ഹാഡ് ബോട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഹി ഹാഡ് ബോട്ട്, ഇവിടെ ഹാഡ് കൂടെ വരണം. ഹി ഹാഡ് ബോട്ട് ദ ബുക്ക് ബിഫോർ ഹി മെറ്റ്. ഇനി അടുത്ത് ഐ ഫൗണ്ട് ദാറ്റ് ഹി ഈസ് ഗിൽറ്റി. ഇവിടുത്തെ വിഷയം എന്താണ്? ഈസ് ആണ് പ്രശ്നം. കാരണം ഫൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെയും പാസ്റ്റ് ആണ്. അതായത് ഈസിന് പകരം വാസ് ആണ് വരുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുന്നത് എങ്ങനെ ആയിരിക്കും? ഐ ഫൗണ്ട് ദാറ്റ് ഹി ഡാഷ് ഗിൽറ്റി. ഡാഷ് ഗിൽറ്റി നിന്നിട്ട് അവിടെ ഈസ് ഉണ്ടാകും, വാസ് ഉണ്ടാകും, ഹാസ് ഉണ്ടാകും, ഹാഡ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് പാസ്റ്റ് ആണ്. പാസ്റ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ഈസിനെയും ഹാസിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പരിഗണിക്കാൻ പറ്റില്ല. പിന്നെ വാസോ ഹാഡോ ആണ് പറയുന്നത്. ഹാഡ് നമ്മൾ എപ്പോഴും എന്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? പൊസഷനെ സൂചിപ്പിക്കാൻ വേണ്ടി, ഉടമസ്ഥതയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നത്. ഈസും വാസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സ്റ്റേറ്റിനെ, അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി. സോ അവിടെ നമ്മൾ വാസ് ആയിരിക്കണം. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈസ് വാസ് ആണ്. ഐ ഫൗണ്ട് ദാറ്റ് ഹി വാസ് തരണം. അടുത്ത ചോദ്യം, ഷീ ഈസ് സീനിയർ ദാൻ മീ ഇൻ സർവീസ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പലപ്പോഴും. സീനിയർ, ജൂനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ അല്ലേ എന്നൊക്കെ വന്ന്, എൽഡർ, ഇതിനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം എന്തേ വരാവൂ? വേ വരാവൂ. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് എങ്ങനെ ആയിരിക്കും ചോദിക്കുക? ഷീ ഈസ് സീനിയർ ഡാഷ് മീ സർവീസ്. ബ്രാക്കറ്റിൽ ഡാൻ ഉണ്ടാകും, ടു ഉണ്ടാകും അല്ലെ, അല്ലെങ്കിൽ ഓൺ ഉണ്ടാകും, അല്ലെങ്കിൽ എന്താ നോ പ്രിപ്പോസിഷൻ എന്നുള്ള രീതിയിൽ വരികയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സീനിയറിന്റെ കൂടെ, ജൂനിയറിന്റെ കൂടെ, എൽഡറിന്റെ കൂടെ, സുപ്പീരിയറിന്റെ കൂടെ, ഇൻഫീരിയറിന്റെ കൂടെ ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഷീ ഈസ് സീനിയർ ടു ബി ഇൻ സർവീസ്. നേരത്തെ നോക്കുക, ഷേക്സ്പിയർ ഈസ് കാളിദാസ ഓഫ് ഇംഗ്ലീഷ്. ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഷേക്സ്പിയർ ഈസ് ഡാഷ് കാളിദാസ.
ഷേക്സ്പിയർ ഈസ് ഡാഷ്. ഇവിടെ നമ്മൾ ഈ കാളിദാസ എന്ന് പറയുന്നതിന് മുമ്പിൽ ഡാഷ് സങ്കല്പിക്കുക. അങ്ങനെ ചോദിക്കാം, ഷേക്സ്പിയർ ഈസ് ഡാഷ് കാളിദാസ ഓഫ് ഇംഗ്ലണ്ട്. ബ്രാക്കറ്റിൽ എ വരും, ആൻ വരും, ദ വരും, നൺ ഓഫ് ദീസ് വരും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കാളിദാസ് എന്ന് പറയുന്ന ഒരാളുടെ പേര്, ഒരു വ്യക്തിയുടെ പേരിൽ ആർട്ടിക്കിൾസിന്റെ ആവശ്യമില്ല എന്ന് നമ്മൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നൺ ഓഫ് ദീസ് എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഷേക്സ്പിയറിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പേരാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് മുന്നിൽ നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കും, ദ ഉപയോഗിക്കും. ഇവിടെ ദ ആണ് വരേണ്ടത്. നമ്മുടെ ഈ ചോദ്യത്തിൽ ദ ഇല്ലാത്തതുകൊണ്ട് അല്ലേ നമ്മളവിടെ ഇത് ഇവിടെ പരീക്ഷ റീറൈറ്റ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അവർ എന്ത് ചെയ്യണം, ഷേക്സ്പിയർ ഈസ് ദ കാളിദാസ റൈറ്റ് ചെയ്ത് ഇടണം. നമ്മുടെ പരീക്ഷയിൽ അല്ലെ, നമ്മുടെ ഈ പറയുന്ന LDC LPP ഇങ്ങനൊരു ചോദ്യം വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഡാഷ് ഉണ്ടാകും, ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യം. ഓപ്ഷനിൽ ആർട്ടിക്കിൾസ് ആയിരിക്കും തന്നിരിക്കുക, അതിൽ നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിളായ ദ ആയിരിക്കും എഴുതേണ്ടത്. ഷേക്സ്പിയർ ഈസ് ദ കാളിദാസ അറിയാം. ഇനി അടുത്തൊക്കെ ഇതും ആർട്ടിക്കിൾസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ ആയിരിക്കും, ഡാഷ് ഹോം, എങ്ങനെയാണ്, ഡാഷ് ഹോം ഈസ് ഒരു ഡാഷ് വരും, ഡാഷ് പ്ലേസ് വേർ വി ഏൺ അവർ ഗ്രേസ്. എങ്ങനെ ആയിരിക്കും ചോദ്യം വരിക, ഡാഷ് ഹോം ഈസ് ഡാഷ് പ്ലേസ് വേർ വി ഏൺ അവർ ഗ്രേസ് എന്നായിരിക്കും ചോദ്യം വരിക. അപ്പോൾ അവിടെ ഓപ്ഷനിൽ എ ദ, അല്ലെങ്കിൽ ആൻ ദ, അല്ലെങ്കിൽ എ ഇതൊക്കെ ഇങ്ങനെ വരും. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതെന്താ ഒരു സത്യം പറഞ്ഞാൽ ഒരു പൊതുവായിട്ടുള്ള ഒരു വസ്തുതയാണ്, ഒരു ഫാക്റ്റാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഫാക്റ്റ് പറയുന്ന സമയത്ത് ഇവിടെ ഹോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമൺ ആയിട്ട് പറയാം, എല്ലാവരുടെയും വീടെന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എ ആയിരിക്കണം, എ ഹോം. ഇവിടെ എ വരണം, എ ഹോം ഈസ് എ പ്ലേസ്. ഇതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഈ ഹോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഴുവൻ എല്ലാ ഹോമിനെയും കൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ എ ഹോം എന്ന് പറയാം. ഈ ഒരു വർഗത്തെ സൂചിപ്പിക്കും, ഒരു വർഗത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ഒരു സ്പീഷ്യസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആയിരുന്നെങ്കിൽ ഇതിന്റെ മുന്നിൽ നമ്മൾ ഉപയോഗിക്കണം, ഇതാ ഉപയോഗിക്കണം. പക്ഷേ അല്ല, ഒരു കോമൺ ആയിട്ടുള്ള ഒരു വസ്തുതയെ കുറിച്ച് പറയുമ്പോൾ, ഇവിടെ വീടിനെ കുറിച്ചാണ് പറയുന്നത്, അങ്ങനെയാകുമ്പോൾ അത് വർഗമല്ല, ഒരു വീടാണ് അല്ലേ. അപ്പൊ അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ എ ആണ് ഉപയോഗിക്കുന്നത്. എ ഹോം ഈസ് എ പ്ലേസ് വേർ വി അപ്പൊ നമ്മുടെ പരീക്ഷയിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കണം, എ എന്നുള്ള ഓപ്ഷൻ നമ്മൾ എഴുതണം. അടുത്ത് നോക്കുക, വൈൽ ഐ വാസ് ട്രാവലിംഗ് ഇൻ എ ട്രെയിൻ പീസ് ഓഫ് ലഗേജ് ഫെൽ ഓൺ മൈ ഹെഡ്. ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത്, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ എന്താ എ പീസ് ഓഫ് എന്ന് വരണം, എ പീസ് ഓഫ് ലഗേജ് ഫെൽ ഓൺ മൈ ഹെഡ്. ഇവിടെ ഇതിനേക്കാൾ ഉപരി മൈ ഹെഡ് എന്ന് പറയുമ്പോൾ എൻ്റെ ഹെഡാണല്ലോ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആരായിരിക്കും ട്രാവൽ ചെയ്ത്, ഞാൻ തന്നെ ആയിരിക്കും ട്രാവൽ ചെയ്ത്. അങ്ങനെ പറയുന്ന സമയത്ത് പിന്നെ പ്രത്യേകിച്ച് ഐ ഇങ്ങനെ പറയേണ്ടതായിട്ടില്ല. അതായത് വൈൽ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഐ വാസ് എന്ന് പറയേണ്ട, വൈൽ വന്നു കഴിഞ്ഞാൽ ഐ വാസിനെ അങ്ങ് മാറ്റിയിട്ട് വൈൽ ട്രാവലിംഗ് ഇൻ എ ട്രെയിൻ, ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നപ്പോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വൈൽ ട്രാവലിംഗ് ഇൻ എ ട്രെയിൻ, ചിലപ്പോൾ സെന്റൻസ് കറക്ഷന് ചോദിക്കും, ഇങ്ങനെ വരയ്ക്കും ചോദിക്കുക, വൈൽ ഐ വാസ് ട്രാവലിംഗ് ഇൻ എ പീസ് ഓഫ് ലഗേജ് ഫെൽ ഓൺ മൈ ഹെഡ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഈ പറയുന്ന ഐ വാസിനെ മാറ്റിയിട്ട് വൈൽ ട്രാവലിംഗ് ഇൻ എ ട്രെയിൻ എ പീസ് ഓഫ് ലഗേജ് ഫെൽ ഓൺ ഹെഡ്. ഇവിടെ രണ്ടും ഒരാൾ തന്നെയാണ്. ഈ പറയുന്ന ഭാഗത്തും പറയുന്ന ഭാഗത്തും ഒരു വ്യക്തിയെ കുറിച്ച് തന്നെ പറയുന്നത്. ഡിഫറെന്റ് പേഴ്സൺസ് ആണെങ്കിൽ നമുക്ക് ഇത് ഉദാഹരണത്തിന് വൈൽ ഐ വാസ് ട്രാവലിംഗ് ഇൻ എ ട്രെയിൻ കോമ മൈ ഫ്രണ്ട് മെറ്റ് മീ, അല്ലെങ്കിൽ മൈ ഫ്രണ്ട് ഗേവ് മീ സംതിങ്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ സംഭവം ഇവിടെ രണ്ട് സബ്ജക്റ്റുകളാണ് വന്നത്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നമുക്കിവിടെ അങ്ങനെ പറയണം. ഇവിടെ പക്ഷെ ഒരു വ്യക്തി തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ ഈ പറയുന്ന ഐ വാസിന്റെ വൈൽ ട്രാവലിംഗ് ഇൻ എ ട്രെയിൻ എ പീസ് ഓഫ് ലഗേജ് ഫെൽ ഓൺ മൈ ഹെഡ്. ഓക്കെ, ഇനി വൺ ഓഫ് ദ സ്റ്റുഡൻസ് വേർ ആബ്സെന്റ് ഫോർ എ വീക്ക്. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് ആബ്സെന്റ്, എന്നിട്ട് ഇവിടെ ഡാഷിന്റെ സ്ഥാനത്ത് വാസ് അല്ലെങ്കിൽ വേർ, വാസ് വേർ എന്നൊക്കെ കാണും. അപ്പൊ നമ്മൾ അതിനകത്ത് ഏത് എഴുതാവൂ, വാസ് എഴുതാവും. ഇവിടെ വേറല്ല വരേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺകോഡുമായി ബന്ധപ്പെട്ട് നമ്മൾ വൺ ഓഫിന് ശേഷം എന്താണ് പ്ലൂറൽ ആയിട്ടുള്ള കൗണ്ടബിൾ നൗൺ ആണ് വരുന്നത്. എന്ത് എഴുതാവൂ, സിംഗുലർ വെർബ് എഴുതാവും. എന്നാൽ
ഈ വൺ ഓഫ് ദ എന്ന് പറയുന്ന അതിനൊക്കെ ശേഷം ഒരു റിലേറ്റീവ് പ്രൊണൗൺ വന്നു കഴിഞ്ഞാൽ പിന്നീട് പറയുന്ന എന്തായിരിക്കണം? ആയിരിക്കും. ഇവിടെ വാസ് ആണ് വരേണ്ടത്, സിംഗുലർ ആണ് വരേണ്ടത്. ഇനി അടുത്ത് നോക്കുക, സപ്ലൈ ദ മിസ്സിംഗ്. ഇത് കൂടുതലും പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. നോക്കുക, ദ റെഗുലേഷൻസ് അപ്ലൈ ഡാഷ് ഓൾ ദ എംപ്ലോയീസ്. ഇങ്ങനൊരു ചോദ്യം തന്നിട്ട് ബ്രാക്കറ്റിൽ നമുക്ക് പ്രിപ്പോസിഷൻസ് ആയിട്ട് നമുക്ക് ടു വരാം, ഓൺ വരാം, ഇറ്റ് വരാം, അല്ലേ, ഓഫ് വരാം, ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്ലൈക്ക് ശേഷം നമ്മൾ എന്ത് എഴുതാവും? ടു എഴുതാവും. അപ്ലൈ ടു എന്നാണ് വേണ്ടത്. അപ്പോൾ ദ റെഗുലേഷൻസ് അപ്ലൈ ടു ഓൾ ദ എംപ്ലോയീസ്. അതായത് ഇനി അപ്ലൈ ഫോറും പറയാം, എന്തിനെങ്കിലും വേണ്ടി അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക്. എന്നാൽ ഇവിടെ ഈ പറയുന്ന എംപ്ലോയീസിന് അപ്ലൈ ആണെന്നാണ് പറയുന്നത്, ആപ്ലിക്കബിൾ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ റെഗുലേഷൻസ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ടു ആണ്. ദ റെഗുലേഷൻസ് അപ്ലൈ ടു, ഇവിടെ ടു ആണ് വരേണ്ടത്. നേരത്തെ നോക്കുക, വൈ ആർ യു അഫ്രൈഡ് ഡാഷ് മൈ സിസ്റ്റർ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അഫ്രൈഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് എഴുതാവും? ഓഫ് ആണ് ഇത്. അഫ്രൈഡ് ഓഫ് എന്നാണ് പറയുക. വൈ ആർ യു അഫ്രൈഡ് ഓഫ് മൈ സിസ്റ്റർ. ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് ടു വരും, ഓൺ വരും, ഓഫ് വരും, ഇൻ വരും. അതിൽ നമ്മൾ ഓഫ് എടുത്ത് എഴുതാവും. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കി വെക്കുക. ഇതിലേക്ക് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ നമ്മുടെ PSC പരീക്ഷയ്ക്ക് ഈ പറഞ്ഞ LDC, LPP ഇതേ ചോദ്യം തന്നെ വന്നിട്ട് അവർ വരുത്തുന്ന മാറ്റം എന്ന് പറയുന്നത് താഴെ ബ്രാക്കറ്റിൽ നമ്മുടെ പരീക്ഷ മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് കാണും. ആ ഒരു വ്യത്യാസമേ കാണുകയുള്ളൂ. ഓക്കെ, അടുത്ത, ദ ഡിസിഷൻ ഡിപ്പെൻഡ്സ് ഡാഷ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ വിറ്റ്നസ്. മനസ്സിലാക്കുക, ഡിപ്പെൻഡ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ? ഓൺ ആണ് എടുക്കുക. ഓണോ അപ്പ് ഓണോ നമുക്ക് എഴുതാം. ഓപ്ഷൻ ഓൺ ആണെങ്കിൽ അത് എഴുതുക. The decision depends on the statement of the witness. The train will depart dash platform number 5. ഇപ്പോൾ ഡിപ്പാർട്ട് എന്ന് വെച്ചാൽ പോവുക എന്നർത്ഥം. എവിടെ നിന്ന്? ഫ്രം. ഇവിടെ ഫ്രം ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഫ്രം ഉണ്ടാകും, ഓഫ് ഉണ്ടാകും, ഓൺ ഉണ്ടാകും, ഇന്നുണ്ടാകും, ഒക്കെ ഉണ്ടാകും. ഇവിടെ ഫ്രം ആയിരിക്കണം എഴുതേണ്ടത്. ഇതിനകത്തൊക്കെ യു ഷുഡ് തിങ്ക് ഡാഷ് ദ മാറ്റർ അഗെയിൻ. ഇവിടെ നമുക്ക് ഓപ്ഷണലായിട്ട് ഓഫ് വരാം, എബൌട്ട് വരാം, ഇൻ വരാം, ഓൺ വരാം. നമ്മൾ മിക്കപ്പോഴും തിങ്ക് എബൌട്ട് ആയിരിക്കും എഴുതി വെക്കുക, അല്ലേ? അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഓവർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. നമ്മൾ സാധാരണ തിങ്കിൻ്റെ കൂടെ ഓഫ് ആണ് ഉപയോഗിക്കുക. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഓഫും ഓവറും കൂടെ ഒരുമിച്ച് വരികയാണെങ്കിൽ നമ്മൾ കൂടുതലും സാധ്യത കൊടുക്കേണ്ടത് ഓവറിനായിരിക്കണം. യു ഷുഡ് തിങ്ക് ഓവർ ദ മാറ്റർ. ആ മാറ്ററിനെ കുറിച്ച് ഒന്നുകൂടെ ആലോചിക്കും. ഈ ഓവർ ഇല്ല എങ്കിൽ നമുക്ക് എന്തെഴുതാം? ഓഫ് എഴുതാം. രണ്ടുകൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവറിനായിരിക്കണം പ്രാധാന്യം. യു ഷുഡ് തിങ്ക് ഓവർ ദ മാറ്റർ എന്നും പറയാം, യു ഷുഡ് തിങ്ക് ഓഫ് ദ മാറ്റർ പറയാം. ഇപ്പൊ വാട്ട് ആർ യു തിങ്കിങ് ഓഫ്? നിങ്ങൾ എന്തിനെ കുറിച്ചാണ്? നമ്മളിനി തിങ്ക് ഓഫും തിങ്ക് ഓവറും തമ്മിൽ വ്യത്യാസമുണ്ട്. തിങ്ക് ഓഫ് എന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് എന്തെങ്കിലും പറയാം, നമ്മൾ തിങ്ക് ഓഫ് എന്ന് പറയും. തിങ്ക് ഓവർ എന്ന് വെച്ചാൽ എന്തോ ഒന്നും കൂടെ ഒക്കെ നമ്മൾ വിശദമായി ചെയ്യാം, ചിന്തിക്കുക, നമ്മൾ തിങ്ക് ഓവർ എന്ന് പറയാം. ഇവിടെ മാറ്റർ എഗെയിൻ എന്ന് പറയുന്നത് വീണ്ടും എന്ന് പറയുന്നുണ്ട്. വീണ്ടും എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ആലോചിക്കാനാണ് പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും ഓവർ ആയിരിക്കണം പറയുന്നത്. ഓവർ ദ മാറ്റർ എഗെയിൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, യൂസ് ദ കറക്റ്റ് ഫോം ഓഫ് വെർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വെർബുകളുടെ ശരിയായ ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും വെർബ് എന്തിനുമായി ബന്ധപ്പെട്ടതാണ്? സമയവുമായി ബന്ധപ്പെട്ടാണ്, ടൈമുമായി ബന്ധപ്പെട്ടാണ് വെർബ്സ് എന്ന്. അതുകൊണ്ട് നമ്മൾ ടൈമിംഗ് വേർഡിനെ ആശ്രയിച്ചായിരിക്കണം എഴുതേണ്ടത്. ഇവിടെ നോക്കാം, നെക്സ്റ്റ് മൺഡേ എന്ന് പറയുമ്പോൾ എന്താണ്? ഭാവി കാലമാണ്. സോ ബിയുടെ ഫ്യൂച്ചർ എന്താ? വിൽ ബി ആണ്. വിൽ ബി. അപ്പൊ മൈ ഫാദർ വിൽ ബി എന്ന് പറയും. മൈ ഫാദർ വിൽ ബി 80 years old നെക്സ്റ്റ് മൺഡേ. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു ടൈമിംഗ് വേർഡും തന്നിട്ടില്ല. അങ്ങനെ ടൈമിംഗ് വേർഡ് തരാത്ത സ്ഥിതിക്ക് ഇവിടെ വരേണ്ടത് പ്രസന്റ് ടെൻസ് ആയിരിക്കണം. ഇവിടെ നോക്കുക, ദ വർക്ക്മെൻ എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർ റിപ്പയറിംഗ് ദ റോഡ് നിയർ അവർ ഹൗസ്. അവര് എന്ത് ചെയ്യുന്നു? റിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള റോഡ്. അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരേണ്ടത്. അപ്പൊ ദ വർക്ക്മെൻ ആർ റിപ്പയറിംഗ് ദ റോഡ് നിയർ അവർ ഹൗസ്. നമ്മുടെ പരീക്ഷയിൽ എന്ത് കാണും? റിപ്പയർ എന്ന് കാണും, റിപ്പയർ എന്ന് തന്നെ കാണും, ഈസ് റിപ്പയറിംഗ് എന്ന് കാണും, അല്ലെങ്കിൽ ഹാസ് റിപ്പയർഡ് എന്ന് കാണും, അല്ലെങ്കിൽ വാസ് റിപ്പയറിംഗ് എന്ന്, പിന്നെ ആർ റിപ്പയറിംഗും കാണും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നമ്മളിവിടെ
ആർ റിപ്പയറിംഗ് ആണ് എഴുതുന്നത്. വർക്ക്മെൻ പറയുമ്പോൾ തന്നെ ആർ റിപ്പയർ പറയുന്നത്. ഇനി അടുത്തത് വി ഡാഷ് ഫോർ യു സിൻസ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ടൈമിംഗ് വേർഡ് ഉണ്ട്. സിൻസ് എസ്റ്റർഡേ എന്ന് പറയും. ഇന്നലെ മുതൽ ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലത്തിലെ ഒരു നിശ്ചിത സമയം മുതൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നെങ്കിൽ നമ്മൾ അത് ഏത് ടെൻസിലേ പറയാവൂ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേ പറയാം. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേ പറയാവൂ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഹാവ് ബീൻ വെയിറ്റിംഗ് എന്ന്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് ഉണ്ടാകും, ഹാവ് വെയിറ്റഡ് എന്നുണ്ടാകും, ആർ വെയിറ്റിംഗ് എന്നുണ്ടാകും, വേർ വെയിറ്റിംഗ് എന്നൊക്കെ ഉണ്ടാകും. യെസ്റ്റർഡേ എന്ന് കാണുമ്പോൾ പാസ്റ്റ് ആയിട്ട് ധരിച്ചുകൊണ്ട് വേർ വെയിറ്റിംഗ് എന്ന് എഴുതി വെക്കാൻ. യെസ്റ്റർഡേക്ക് തൊട്ട് മുമ്പ് സിൻസ് പ്രസന്റ് പെർഫെക്റ്റ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ വരേണ്ടത് ഹാവ് ബീൻ വെയിറ്റിംഗ് സിൻസ് യെസ്റ്റർഡേ എന്നാണ്. ഹാവ് ബീൻ, വി ഹാവ് ബീൻ വെയിറ്റിംഗ്. ഹാവ് വരണം, പിന്നെ ബീൻ വരണം, പിന്നെ വെയിറ്റിംഗ്. വി ഹാവ് ബീൻ വെയിറ്റിംഗ് എന്നാണ് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം, ഷീ ഡാഷ് ദ ന്യൂസ് പേപ്പർ വെൻ ഐ സോ ഹർ. അപ്പം ഐ സോ ഹർ എന്ന് പറയുമ്പോൾ പാസ്റ്റാണ്. അപ്പൊ പാസ്റ്റ് ടെൻസിൽ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വെന് ശേഷം ഇത്തരത്തിൽ സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് എന്തൊക്കെ എഴുതാം? ഒന്നുകിൽ പാസ്റ്റ് പെർഫെക്റ്റ് എഴുതാം, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പോഴാ, ആ സമയത്ത്, ഞാൻ ചെല്ലുന്ന സമയത്ത് എന്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേ പറയാം. അപ്പൊ നമ്മൾ ഷീ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. വാസ് റീഡിങ് എന്നാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. നമ്മുടെ ഓപ്ഷനിൽ ചിലപ്പോൾ വാസ് റീഡിങ് എന്നുണ്ടാകും, ഹാഡ് റെഡ് എന്നുണ്ടാകും, പിന്നെ ഈസ് റീഡിങ് എന്നുണ്ടാവും, ഹാസ് റെഡ് എന്ന്. നമ്മൾ പെട്ടെന്ന് ഈ കണ്ടിട്ട് നമ്മൾ ഹാഡ് റെഡ് എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ ചെല്ലുന്ന സമയത്ത്, ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് പറയാനാണെങ്കിൽ നമ്മൾ എന്ത് എഴുതാവും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എഴുതാവും. അപ്പൊ അങ്ങനെ ഷീ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ വെൻ ഐ സാ ഹർ വരേണ്ടത്. ഇവിടെ വാസ് റീഡിങ് ആണ് വരേണ്ടത്. ഇനി അടുത്തത്, ഇഫ് വാട്ടർ ഫ്രീസസ് ഇറ്റ് ഡാഷ് ടു ഐസ്. ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യം. നമ്മൾ നോക്കുമ്പോൾ ഈ ഇഫ് ക്ലോസ് എന്താണ്? ഫ്രീസസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ എന്ത് ചെയ്യും? വിൽ ഓർ ഷാൾ പ്ലസ് E1 എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇറ്റ് വിൽ ടേൺ എഴുതി വെക്കാൻ സാധ്യത. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇഫ് ക്ലോസ് ആയി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ 4 കണ്ടീഷനെ കുറിച്ചാണ് പറയുന്നത്. 4 കണ്ടീഷൻ. പൊതുവെ 3 കണ്ടീഷൻസാണ് പഠിച്ചു വെക്കുന്നത്. ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പ്രസന്റ്, ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പാസ്റ്റ്, ഇഫ് ക്ലോസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ്. ഇങ്ങനെ 3 പഠിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിന് മുന്നിൽ ഒരു കാര്യങ്ങളുണ്ട്, സീറോ കണ്ടീഷൻ. എന്നുവെച്ചാൽ ഒരു കണ്ടീഷനും ഇല്ലാത്ത അവസ്ഥ. ആ ഒരു കണ്ടീഷനും ഇല്ലാത്ത അവസ്ഥ അത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? വസ്തുതകളായിരിക്കും. ഓക്കെ, ഒരു ട്രൂത്ത് ആയിരിക്കും. യൂണിവേഴ്സൽ ട്രൂത്തോ അല്ലെങ്കിൽ ഫാക്ട്സോ റിയാലിറ്റിയോ ഒക്കെ ആയിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ രണ്ടിടത്തും സിമ്പിൾ പ്രസന്റ് എഴുതാം. ഇവിടെ നോക്കുമ്പോൾ വാട്ടർ ഫ്രീസസ് എന്നാ പറയുന്നത്. അപ്പം ഇഫ് വാട്ടർ ഫ്രീസസ്, വാട്ടർ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായി മാറും? ഐസായി മാറുന്നു. അപ്പൊ അതൊരു വസ്തുതയാണ്, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ടേൺ ഉള്ള സമയത്ത് അവിടെ നമ്മൾ വിൽ ടേണോ ഷാൾ ടേണോ എഴുതാൻ പാടില്ല. നമ്മൾ ഇതും സിമ്പിൾ പ്രസന്റിൽ എഴുതാവൂ. ടേൺസ് എന്നാണ് വേണ്ടത്. ഇറ്റ് ടേൺസ്. നമ്മുടെ ഓപ്ഷനിൽ വിൽ ടേൺ കാണും, പിന്നെ ടേൺഡ് കാണും, ടേൺ കാണും, വുഡ് ടേൺ എന്ന് കാണും, അല്ലെ, അല്ലെങ്കിൽ ടേൺസ് എന്നും കാണും. നമ്മൾ അതിനകത്ത് ടേൺസ് എഴുതി വെക്കാൻ പാടുള്ളൂ. ഇഫ് വാട്ടർ ഫ്രീസസ് ഇറ്റ് ടേൺസ് ടു ഐസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഈ ആന്റോണിംസുമായി ബന്ധപ്പെട്ട ചോദ്യം, എമിഗ്രേഷൻ. എമിഗ്രേഷന്റെ ആന്റോണിംസ് ഏതൊക്കെയാ? ഇമിഗ്രേഷനും അറൈവലും. എമിഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാട്ടിൽ നിന്ന് പോവുക എന്നർത്ഥം. ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇമിഗ്രേഷൻ അറൈവൽ എന്ന് പറഞ്ഞാൽ വിടുക എന്നർത്ഥം. അപ്പൊ എമിഗ്രേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇമിഗ്രേഷനും അറൈവലും എഴുതാം. നെഗറ്റീവിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വേരിയബിൾ എഴുതാം, അഫിർമേറ്റീവ്, വാം ഹാർട്ടഡ് എഴുതാം. നമുക്കറിയാം നെഗറ്റീവിന്റെ ഓപ്പോസിറ്റ് പോസിറ്റീവ്, പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ പോസിറ്റീവ് വരാതെ എഗ്രിയബിൾ എന്നുണ്ടാകാം, അഫിർമേറ്റീവ് എന്നുണ്ടാകാം, വാം ഹാർട്ടഡ് ഉണ്ടാകാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ആൻസറായി വരിക. പലപ്പോഴും പോസിറ്റീവ് എന്ന് തരാൻ സാധ്യതയില്ല. ഓക്കെ, കാരണം പോസിറ്റീവ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോസിറ്റീവ് സാധ്യതയുണ്ട്. അപ്പൊ നെഗറ്റീവിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എഗ്രിയബിൾ എഴുതാം, അഫിർമേറ്റീവ് എഴുതാം, വാം ഹാർട്ടഡ് എഴുതാം, പോസിറ്റീവ് എഴുതാം. പ്രൂഡൻസ് വെച്ചാൽ കെയർഫുൾനെസ് നടത്തും, ശ്രദ്ധയുള്ള. പ്രൂഡൻസ്, കോഷ്യസ് എന്നൊക്കെയാണ് പ്രൂഡൻസ് കൊണ്ട്
അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് റെക്ലെസ്നെസ് എന്നും കെയർലെസ്നെസ് എഴുതാം. ഈ ഇൻഫേണൽ എന്ന് വെച്ചാൽ എന്താ? കേഴ്സ്ഡ് എന്ന അർത്ഥമില്ല. ഹെല്ലിഷ്, കേഴ്സ്ഡ് എന്നൊക്കെയാണ് അർത്ഥം. ശപിക്കപ്പെട്ടത്, ഹെല്ലിഷ് ആയിട്ടെന്നൊക്കെയാണ് ഇൻഫേണൽ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് മാർവലസ്, ബ്ലെസ്ഡ്, ബെനവലന്റ് എന്നൊക്കെ എഴുതാം. ഈ മാൻഡേറ്ററി നമുക്കറിയാം നിർബന്ധമായിട്ടുള്ളത്. ഓപ്പോസിറ്റ് എന്താണ്? ഓപ്ഷൻ. നോക്കുക, ഗ്രാമറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇനിയുമുണ്ട്. അതായത് നോക്കുക, ഫ്യൂ സ്റ്റുഡൻസ് ന്യൂ ദ ആൻസർ, ആഡ് എ ടാഗ് ക്വസ്റ്റ്യൻ. ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് എങ്ങനെ എഴുതാം? നോക്കുക, ഒരു ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ എന്താ ചെയ്യുക? ആദ്യമേ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. ഇവിടെ നോക്കാം, ഫ്യൂ വന്ന സ്ഥിതിക്ക് അത് നെഗറ്റീവ് ആണ്. നമ്മുടെ ടാഗ് ഇത് നമ്മുടെ വെർബ് നോക്കുക, ന്യൂ എന്നാണ്. ന്യൂ എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിന്റെ സഹായക്രിയ ഏതാണ്? ഡിഡ് ആണ്. ഇവിടെ ഡിഡ് ഉണ്ട്. ഡിഡ്. ഇനി നോട്ടോന്റെ ചെറിയൊരു ഇൻഡ് ചേർക്കണ്ട, കാരണം ഇവിടെ ഫ്യൂ വന്നത്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഫ്യൂ സ്റ്റുഡൻസ് എന്നാ. അപ്പൊ അതിന്റെ പ്രൊനൗൺ എഴുതണം. ഏതാ? ഡേ. ഡിഡ് ദേ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ പ്രോബ്ലം ഈസ് വെരി കോംപ്ലക്സ്, ഇറ്റ് കനോട്ട് ബി സോൾവ് ഈസിലി. കമ്പൈൻ ദ സെന്റൻസ് യൂസിങ് ടു. അതായത് ഇതിനെ ടു കമ്പൈൻ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ വരുന്ന സ്ഥാനത്ത് നമ്മൾ എന്താ ചെയ്യണം? വെരിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ദ പ്രോബ്ലം ഈസ് ടു കോംപ്ലക്സ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇറ്റ് കനോട്ട് എന്ന് പറഞ്ഞ ഈ ഭാഗം കട്ട് ചെയ്ത് എന്നിട്ട് ആ സ്ഥാനത്ത്, പിന്നെ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഒന്നും പാടില്ല, ഒറ്റ സെന്റൻസാ. അപ്പൊ ദ പ്രോബ്ലം ഈസ് ടു കോംപ്ലക്സ് എഴുതിയിട്ട് ഈ ഫുൾ സ്റ്റോപ്പ് ഉൾപ്പെടെ ഇറ്റ് കനോട്ട് എന്നുള്ള ഭാഗം കളയുക. ആ സ്ഥാനത്ത് നമ്മൾ ഈ ടു എഴുതി വെക്കും. അങ്ങനെ ഇങ്ങനെ വരും, ദ പ്രോബ്ലം ഈസ് ടു കോംപ്ലക്സ് ടു ബി സോൾവ് ഈസി വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്തരത്തിൽ വെരി, സോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കളയുക. അത് ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സെന്റൻസിന്റെ വെർബ് ഏതാ നോക്കാം. ബി സോൾവ്ഡ് ആണല്ലോ അടുത്ത സെന്റൻസ്. അതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ അവിടുത്തെ സബ്ജക്റ്റും അവിടുത്തെ സഹായക്രിയൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം, സബ്ജക്റ്റും അതിന്റെ കൂടെയുള്ള സഹായക്രിയ നമ്മൾ എടുത്ത് കളയണം. കളഞ്ഞതിന് ശേഷം അപ്പോൾ നോട്ടും കളയണം. നോട്ട് എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ അതും കളയണം. കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ മെയിൻ വെർബ് ഉണ്ട്, ബി സോൾഡ് എന്ന് പറയും. അതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ കറക്റ്റ് ആവും. ദ പ്രോബ്ലം ഈസ് ടു കോംപ്ലക്സ് ടു ബി സോൾവ് ഈസ് ആൻസർ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. അടുത്ത ചോദ്യം നോക്കുക. ഇവിടെ ഹി ലോസ്റ്റ് ഹിസ് പേഴ്സ്, ഹി ലോസ്റ്റ് ഹിസ് ബൈസൈക്കിൾ. കമ്പൈൻ ദ സെന്റൻസസ് യൂസിങ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ കൊണ്ട് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ച് വരുന്നത് ഈ പറയുന്ന സെന്റൻസിൽ രണ്ട് സെന്റൻസുകളിലും വ്യത്യസ്തമായിട്ട് കിടക്കുന്ന ഏതൊക്കെയാ? ഹിസ് പേഴ്സും ഹിസ് ബൈസൈക്കിൾ. ഹി ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും സെയിം ആണ്. അപ്പൊ ഹി ലോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വ്യത്യസ്തപ്പെടുന്നതിന് തൊട്ട് മുമ്പ് നോട്ട് ഓൺലി. ഹി ലോസ്റ്റ് നോട്ട് ഓൺലി ഹിസ് പേഴ്സ് ബട്ട് ആൾസോ ഹിസ് ബൈസൈക്കിൾ. അങ്ങനെ വരേണ്ടത്, ഹി ലോസ്റ്റ് നോട്ട് ഓൺലി ഹിസ് പേഴ്സ് ബട്ട് ആൾസോ ഹിസ് ബൈസൈക്കിൾ. അടുത്ത ചോദ്യം, ദ ടീച്ചർ സെഡ് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ്? അസർട്ടീവ് സെന്റൻസാണ്, സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയ സ്ഥിതിക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് സെഡ് ദാറ്റ് എന്നോ ടോൾഡ് ദാറ്റ് എന്നോ എഴുതാം. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ടോൾഡ് ദാറ്റ് എഴുതണം. ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ, അതായത് ഈ പറയുന്ന ഭാഗത്ത് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ടോൾഡ് ദാറ്റ് എന്ന് എഴുതണം, ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ സെഡ് ദാറ്റ് എന്ന് എഴുതണം. ഇവിടെ നോക്കുമ്പോൾ ദ ടീച്ചർ സെഡ് എന്ന് പറയുന്ന ആ ഭാഗത്ത് പ്രത്യേകിച്ച് ഒബ്ജക്റ്റ് ഇല്ല, നമുക്ക് ദ ടീച്ചർ സെഡ് ദാറ്റ് എന്ന് എഴുതാം. അപ്പൊ ദ ടീച്ചർ സെഡ് ദാറ്റ് ഇത് നമ്മൾ എന്ത് എഴുതണം? സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ള റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ സാധാരണ എന്ത് ചെയ്യും? ഈ ഈസിനെ വാസാക്കും, കാരണം ഇവിടെ സെഡ് വന്ന സ്ഥിതിക്ക് ഈസിനെ വാസാക്കും, എന്നിട്ട് നമ്മൾ എഴുതും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഒരു വസ്തുതയാണ്, ഒരു ഫാക്റ്റാണ്.
അങ്ങനെ ഫാക്റ്റ് എപ്പോഴും നമ്മൾ ഏത് ടെൻസിലേ പറയത്തുള്ളൂ. ഇവിടെ സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങ് എഴുതിയാൽ മതി. വരുത്തേണ്ട മാറ്റം ഒന്നേ ഉള്ളൂ, സെഡ് ദാറ്റ് എന്നത്. ദ ടീച്ചർ സെഡ് ദാറ്റ് സംതിങ് ഈസ് ബെറ്റർ ദാൻ. ഇനി അടുത്തത്, സംബഡി സ്റ്റോൾ മൈ ലാപ്ടോപ്പ്, ചേഞ്ച് ഇൻ ടു പാസീവ്. പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് താഴെ കുറെ ഓപ്ഷൻസ് ഒക്കെ കാണും. നമ്മൾ ഇതിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റും? പാസീവ് വോയിസ് എന്ന് വെച്ചാൽ എന്താണ്? ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കും. ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മൈ ലാപ്ടോപ്പാണ്. അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ അതിൽ തുടങ്ങണം. അപ്പം മൈ ലാപ്ടോപ്പ്. ഇവിടുത്തെ വെർബ് നോക്കുക, സ്റ്റോൾ എന്നുള്ളതാണ്. സ്റ്റോൾ എന്ന് പറയുന്ന വെർബ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പിന്നെ പാസീവ് വോയിസ് സിമ്പിൾ പാസ്റ്റിൽ തന്നെ എഴുതണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പാസീവ് വോയിസിന്റെ വെർബ് ഫോം എപ്പോഴും എങ്ങനെ ആയിരിക്കും? ബി ഫോംസ് പ്ലസ് വി ആയിരിക്കും. ഈയുടെ രൂപങ്ങൾ പിന്നെ വി3. ഇങ്ങനെയാണ് എല്ലാ പാസീവ് വോയിസിന്റെ വെർബിന്റെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബി ഫോംസ് എഴുതണം. അതായത് ഒബ്ജക്റ്റ് എഴുതിയതിനു ശേഷം ബിയുടെ രൂപം എഴുതണം. ഇവിടെ നമ്മൾ ഏത് രൂപം എഴുതേണ്ടത്? ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം എഴുതണം. കാരണം സ്റ്റോൾ എന്നത് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം. ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ ആണ്. ഇവിടെ നമുക്ക് വാസ് എഴുതാൻ പറ്റുമോ, വേർ എഴുതാൻ പറ്റും? മനസ്സിലാക്കേണ്ട കാര്യം, മൈ ലാപ്ടോപ്പ് എന്നത് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് വാസ് എഴുതാം. അപ്പം മൈ ലാപ്ടോപ്പ് വാസ്. ഇനി ഈ സ്റ്റോൾ എന്ന് പറയുന്ന വെർബിന്റെ യഥാർത്ഥ ഫോം സ്റ്റീല. ആ സ്റ്റീലിന്റെ വി3 ഫോം എന്തായിരിക്കും? സ്റ്റോളൻ. അപ്പം മൈ ലാപ്ടോപ്പ് വാസ് സ്റ്റോളൻ മാത്രം മതി. കാരണം സംബഡി എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെഫിനിറ്റ് സബ്ജക്റ്റ്. ഇൻഡെഫിനിറ്റ് സബ്ജക്റ്റ് വരുന്ന സമയത്ത് ബൈ പ്ലസ് സബ്ജക്റ്റ് എഴുതേണ്ട കാര്യമില്ല. ഇത്രയും പറഞ്ഞാൽ മതി. മൈ ലാപ്ടോപ്പ് വാസ് മാത്രം. ഇനി അടുത്ത ചോദ്യം, ഹി റാൻ വെരി ഫാസ്റ്റ്, ഹി ഡിഡ് നോട്ട് വാണ്ട് ടു മിസ് ദ ലാസ്റ്റ് ട്രെയിൻ. റീറൈറ്റ് ദ സെന്റൻസ് സോ അസ്. സോ അസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതാൻ. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഇതുപോലെ സോ അസ് ഉപയോഗിച്ചുകൊണ്ട് പറയും. തന്റെ താഴെ കുറെ ഓപ്ഷൻസ് ആയിട്ട് കുറെ സെന്റൻസ് കാണും. അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പറയുക. അപ്പോൾ നമ്മൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കും. സോ അസ് നമ്മൾ എന്തിനാ ഉപയോഗിക്കും? ഒരു ലക്ഷ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി, ഒരു പർപ്പസിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ സോ അസ്. ഇവിടെ നോക്കുക, ഹി റാൻ വെരി ഫാസ്റ്റ്. അവൻ വളരെ വേഗത്തിൽ ഓടി. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടി അവൻ ഓടിയത്? അവൻ തന്റെ ലാസ്റ്റ് ട്രെയിൻ, പറഞ്ഞ ലാസ്റ്റ് ട്രെയിൻ മിസ് ചെയ്യരുതെന്ന് അവൻ ആഗ്രഹിച്ചു എന്നാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ പറയാം? അവൻ വളരെ വേഗത്തിൽ ഓടി. ഇതിനു വേണ്ടി നോട്ട് ടു മിസ് ദ ലാസ്റ്റ് ട്രെയിൻ. നോട്ട് ടു മിസ് ദ ലാസ്റ്റ് ട്രെയിൻ. അപ്പൊ അതാണ് അവന്റെ പർപ്പസ്. ആ പർപ്പസിന്റെ മുന്നിൽ നമ്മൾ സോ ആസ് ചേർക്കും. അപ്പൊ എങ്ങനെ വരും? ഹി റാൻ വെരി ഫാസ്റ്റ് സോ ആസ് നോട്ട് ടു. അതായത് ഈ പറഞ്ഞ ഹി ഡിഡ് നോട്ട് വാണ്ട് മാറ്റിയിട്ട് ഹി റാൻ വെരി ഫാസ്റ്റ് സോ അസ് എഴുതുക. എന്നിട്ട് നോട്ട് ഉണ്ടല്ലോ, ആ നോട്ട് ഇവിടെ കാണിക്കാൻ വേണ്ടി നോട്ടും കൂടെ സോ ആസ് നോട്ട് ടു മിസ് ദ ലാസ്റ്റ്. ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഹി റാൻ വെരി ഫാസ്റ്റ് സോ ആസ് നോട്ട് ടു മിസ് ദ ലാസ്റ്റ് ട്രെയിൻ എന്നൊരു ഓപ്ഷൻ നമ്മുടെ ഈ പറയുന്ന ചോദ്യത്തിനുണ്ടെങ്കിൽ അതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക, കമ്പാരിറ്റീവ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് നോക്കുക. ഈ പറയുന്ന സെന്റൻസ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കണം. എന്താണ്? ഫിസിക്സ് ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഓൾ സബ്ജക്ട്സ് ഐ സ്റ്റഡി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫിസിക്സ് ഇവിടെ ദ മോസ്റ്റ് ആണല്ലോ, ഇവിടുത്തെ സൂപ്പർലേറ്റീവ് സൂചിപ്പിക്കും. ഇത് സൂപ്പർലേറ്റീവ്. അതിനെ നമ്മൾ എന്താക്കണം? കമ്പാരിറ്റീവ് ആക്കണം. അതായത് മോസ്റ്റിനെ മാറ്റി മോർ ആക്കണം. മോറിന്റെ കൂടെ നമ്മൾ ദ എഴുതത്തില്ല. മോസ്റ്റ് സൂപ്പർലേറ്റീവ് ആണല്ലോ, തന്നെ ദ എഴുതണം. അപ്പൊ നമുക്ക് എഴുതാം ഫിസിക്സ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഫിസിക്സ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഒരു ദാൻ വരണം. ദാൻ ഓൾ അതർ സബ്ജക്ട്സ്. ഓഫ് മാറ്റിയിട്ട് ഇവിടെ ദാൻ. ആൻഡ് ഓളിന് ശേഷം ഒരു അതറും. ഓൾ അതർ അല്ലേ? അപ്പം ഫിസിക്സ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ഓൾ അതർ സബ്ജക്ട്സ് ഐ സ്റ്റഡി. അപ്പൊ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ആ ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ കറക്റ്റ്. അപ്പൊ നമ്മുടെ താഴെ ഈ പറഞ്ഞ 4 ഓപ്ഷനിൽ ഇങ്ങനൊരു ഓപ്ഷൻ കാണും. എന്ത്? ഫിസിക്സ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ഓൾ അതർ സബ്ജക്ട്സ് ഐ സ്റ്റഡി എന്നുണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. ഇനി അടുത്ത് നോക്കുക, മൈ ഫ്രണ്ട് ഡസ് നോട്ട് ഡ്രിങ്ക്, ഹി ഡസ് നോട്ട് സ്മോക്ക്. കമ്പൈൻ ദ സെന്റൻസ് യൂസിങ് നെയ്തർ നോ.
നെയ്തർ നോർ ഉപയോഗിച്ചുകൊണ്ട് എഴുതാനാണ് പറഞ്ഞത്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ വ്യത്യസ്തമായി കിടക്കുന്ന ഭാഗമാണ് ആദ്യം നോക്കുക. ഇവിടുത്തെ വ്യത്യസ്തമായി കിടക്കുന്ന ഭാഗം എന്താ? നോട്ട് ഡ്രിങ്കും നോട്ട് സ്മോക്ക്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? മൈ ഫ്രണ്ട് നെയ്തർ ഡ്രിങ്ക്സ്. മൈ ഫ്രണ്ട് നെയ്തർ ഡ്രിങ്ക്സ് നോർ സ്മോക്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. എങ്ങനെയാണ്? മൈ ഫ്രണ്ട് നെയ്തർ ഡ്രിങ്ക്സ് നോർ സ്മോക്സ് എന്നുള്ളതാണ് ശരിക്കുള്ള ആൻസർ. നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നോക്കുക, വർക്ക് ഹാർഡ് യു വിൽ നോട്ട് സക്സീഡ് ഇൻ ലൈഫ്. റീറൈറ്റ് ദ സെന്റൻസ് യൂസിങ് അൺലെസ്. ഇങ്ങനെ തന്നിട്ട് താഴെ കുറെ ഓപ്ഷൻസ് കാണും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അൺലെസ് എന്ന് വെച്ചാൽ എന്താ? അല്ലെങ്കിൽ എന്നർത്ഥത്തില്ല. ഇവിടുത്തെ ഉദ്ദേശിക്കുന്ന വർക്ക് ഹാർഡ്, ജോലി ചെയ്യുക, അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്, ജയിക്കത്തില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അൺലെസ് യു വർക്ക് ഹാർഡ് ആക്കണം. ആണ് അൺലെസ് യു വർക്ക് ഹാർഡ്, യു വിൽ നോട്ട് സക്സീഡ് ഇൻ. കാരണം ഈ തന്നിരിക്കുന്നത് ഇംപറേറ്റീവ് ആണല്ലോ. ഇംപറേറ്റീവ് എപ്പോഴും ആരോടാ പറയുന്നത്? സെക്കൻഡ് പേഴ്സണോട്. അങ്ങനെ ആ ഇംപറേറ്റീവ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. അപ്പം എല്ലാ ഇംപറേറ്റീവ് സെന്റൻസിന്റെ സബ്ജക്റ്റ് എന്താ? യു ആണ്. അപ്പൊ നമ്മൾ യു വർക്ക് ഹാർഡ് എന്നാക്കുക. അങ്ങനെ യു വർക്ക് ഹാർഡ് എന്നാക്കിയ ശേഷം അതിന്റെ മുന്നിൽ നീർ. അപ്പം അൺലെസ് യു വർക്ക് ഹാർഡ്, യു വിൽ നോട്ട് സക്സീഡ് ഇൻ ലൈഫ്. നല്ലവണ്ണമൊക്കെ കഠിനാധ്വാനം ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു ഓപ്ഷൻ നമ്മുടെ ഉണ്ടെങ്കിൽ, അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ നോട്ട് സക്സീഡ് ഇൻ ലൈഫ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഉണ്ടെങ്കിൽ ഇതായിരിക്കും ആൻസർ. അടുത്ത ചോദ്യം, ഐ ഹാവ് സം ഡ്യൂട്ടീസ് ഐ മസ്റ്റ് പെർഫോം. റീറൈറ്റ് ദ സെന്റൻസ് യൂസിങ് ആൻ ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാനാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇങ്ങനെ തന്നിട്ട് റീറൈറ്റ് ദ സെന്റൻസ് യൂസിങ് ആൻ ഇൻഫിനിറ്റീവ് ഇത്ര വരെ തന്നിട്ട് നമ്മുടെ പരീക്ഷ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് ആയതുകൊണ്ട് താഴെ ഓപ്ഷൻസ് അവിടെ പല രീതിയിൽ കാണും. പക്ഷെ അതിലേതായിരിക്കും ആൻസർ എന്നുള്ളത് അടിസ്ഥാനമായിട്ടുള്ള ബേസിക് നോളജ് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ നോക്കാം, മസ്റ്റ് പെർഫോം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഡ്യൂട്ടീസ് ഉണ്ട്, അതെനിക്ക് പെർഫോം ചെയ്യും. ഇവിടെ എന്താ ഒറ്റ സെന്റൻസ് പറഞ്ഞത്? എന്തുവാ? എനിക്ക് കുറച്ച് ഡ്യൂട്ടീസ് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മളൊരു ഡ്യൂട്ടി, നമ്മുടെ ഒരു ഡ്യൂട്ടി, ആ ഡ്യൂട്ടിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇംഗ്ലീഷിൽ എന്താ നമ്മൾ ഉപയോഗിക്കുക? ഹാവ് ടു, ഹാസ് ടു, ഹാഡ് ടു പ്രയോഗം നമ്മൾ ഉപയോഗിക്കും. ഹാവ് ടു ഡു, ഹാസ് ടു ഡു, ഹാഡ് ടു ഡു. ഇവിടെ ഹാവ് എന്ന സ്ഥിതിക്ക് ഐ ഹാവ് ടു, ഐ ഹാവ് ടു എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പെർഫോം എന്ന വെർബ് എടുത്തെഴുതി ഐ ഹാവ് ടു പെർഫോം സം എന്ന് മാത്രം എഴുതിയാൽ കറക്റ്റായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ എന്താർത്ഥം? ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ടെൻസ് ഫോം ഇല്ലാത്ത വെർബിനെ നമ്മൾ ഇൻഫിനിറ്റീവ്സ് രണ്ട് തരമുണ്ട്. ഏതൊക്കെയാ? ടു ഇൻഫിനിറ്റീവും വേർ ഇൻഫിനിറ്റീവ്, ഒപ്പം തന്നെ ജെറണ്ടും. ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ടു പറയാം, വേർ ഇൻഫിനിറ്റീവ് പറയാം, പിന്നെ വേറെ ഒന്നുണ്ട് ജെറണ്ട് ഫോം. ഇവിടെ വരേണ്ടത് ഏതാ? ടു ഇൻഫിനിറ്റീവ് വരേണ്ടത്. കാരണം ഈ പെർഫോം എന്ന് പറയുന്ന വെർബ്, ആ വെർബിനെ നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആക്കണം. പെർഫോമിന്റെ തൊട്ട് നമ്മൾ അത് നമ്മൾ എടുത്ത് എവിടെ കൊണ്ടുവരണം? ഈ പറയുന്ന ഹാവിന് ശേഷം കൊണ്ട് ഐ ഹാവ് ടു പെർഫോം സം ഡ്യൂട്ടി ആകുമ്പോൾ ഇത് വൺ സെന്റൻസ് ആയി മാറും. ഈ ദം ഒന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സം ഡ്യൂട്ടീസിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെ വരാവൂ? ഐ ഹാവ് ടു പെർഫോം സം ഡ്യൂട്ടീസ് എന്ന് നമ്മുടെ ഓപ്ഷനിലുണ്ടെങ്കിൽ അതായിരിക്കും ശരി ആൻസർ. അടുത്ത് നോക്കുക, ഇത്തരത്തിൽ ഇവിടെ ചോദിച്ച് പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ കൊണ്ട് സെന്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പരീക്ഷയിൽ ഒരിക്കലും അങ്ങനെയുള്ള ചോദ്യം ഇല്ലാത്തത് കൊണ്ട് വൺ വേർഡുമായി ബന്ധപ്പെട്ട് ഇത് ചോദിക്കാൻ സാധ്യതയും. എങ്ങനെയാണ് ഇതിനായിരിക്കും വരിക? എ സ്ട്രിക്ട് ഐസൊലേഷൻ ഇമ്പോസ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസ് എന്ന് ചോദിച്ചിട്ട് വൺ വേർഡ് ഓപ്ഷനിൽ പല ഓപ്ഷൻസ് കാണും. അതിനകത്ത് ക്വാറന്റൈൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റ് ആൻസർ. അടുത്തത് എങ്ങനെയായിരിക്കും? എ ക്രിയേറ്റീവ് വർക്ക് ഡിസൈൻ ടു ഇമിറ്റേറ്റ്, കമന്റ് ഓൺ ആൻഡ് ഓർ മോക്ക് ഇറ്റ്സ് സബ്ജക്ട് ബൈ മീൻസ് ഓഫ് സാറ്ററിക്കൽ ഓർ ഐറണിക് ഇമിറ്റേഷൻ എന്ന് വരികയാണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? പാരഡി. ഓക്കെ,
എക്സ്പെഡൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ടു ആക്സിലറേറ്റ് ഓർ സ്പീഡ് അപ്പ് ആണ് എക്സ്പെഡൈറ്റ്. ഇനി ഗളിബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈസിലി ഫൂൾഡ് ഓർ ചീറ്റഡ്, പെട്ടെന്ന് വിഡ്ഢിയാക്കാൻ പറ്റുന്നത്, പെട്ടെന്ന് വഞ്ചിക്കാൻ പറ്റുന്ന നമ്മൾ ഗളിബിൾ എന്ന് പറയുന്നത്. ഇനി വെറാസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആക്യുറസി, കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ പറയുന്ന നമുക്ക് പഠിക്കാനുണ്ട് വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന ഭാഗം. ആ ഭാഗത്തെ ചോദ്യം നമുക്ക് കോയിലേഷനും കൊളീഷനും തമ്മിലുള്ള വ്യത്യാസം അത് നമ്മൾ അറിഞ്ഞിരിക്കും. കോയിലേഷൻ എന്ന് വെച്ചാൽ എന്താ? മുന്നണിയായിട്ട് നിൽക്കുന്നത് അല്ലേ? എന്ന് വെച്ചാൽ ഒരുമിച്ച് നിൽക്കുന്ന കൂട്ട മന്ത്രിസഭ എന്നൊക്കെ നമ്മൾ പറയും. അപ്പം അതിന് നമ്മൾ കോയിലേഷൻ എന്ന് കൊണ്ട്. കൊളീഷൻ നമുക്കറിയാം എന്താ? ഇടി നടത്തില്ല അല്ലേ? അതായത് വാഹനങ്ങൾ തമ്മിൽ ഇടിക്കാൻ നമ്മൾ കൊളീഷൻ എന്ന് പറയും. ഇവിടെ ദ ഡാഷ് ഗവൺമെന്റ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്, ഒരുമിച്ച് അല്ലെങ്കിൽ തൂക്ക് മന്ത്രിസഭ എന്നൊക്കെ പറയും അല്ലേ? അങ്ങനെയുള്ള ഗവൺമെന്റ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ലാസ്റ്റ് ചെയ്യത്തില്ല നടത്തില്ല. അപ്പൊ ഇവിടെ വേണ്ടത് കോയിലേഷൻ ആണ്. ഇതാണ് വരേണ്ടത്. ഇതാണ് ഇവിടുത്തെ കറക്റ്റ്. ഇതിനടുത്ത് നോക്ക്, ഫർദറും ഫാർദറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിയണം. ഫർദർ എന്ന് വെച്ചാൽ എന്താ? മുന്നോട്ട്, ഇനി അങ്ങോട്ടെന്ന അർത്ഥത്തില്ല. ഭാവിയെക്കുറിച്ച് പറയുന്ന ഫർദർ ഉണ്ട്. ഫാർദർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദൂരത്തെക്കുറിച്ചാണ്. ഇവിടെ ദൂരത്തെക്കുറിച്ചാണ് പറയുന്നത്. സോ ഫാർദർ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ദ സൺ ഈസ് ഫാർദർ ഫ്രം ദ എർത്ത് ദാൻ ദ മൂൺ. ഫാർദർ ആണ് ഇവിടെ വരേണ്ടത്. വി റീച്ച്ഡ് ആൻ ഡാഷ് അഗ്രിമെന്റ്. അമേക്കബിൾ ആണോ? അമേക്കബിൾ എന്ന് വെച്ചാൽ സോഷ്യബിൾ നടത്തില്ല. അമേബിൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ലി നടത്തില്ല. ഇവിടെ എന്താണ്? എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ അമിക്കബിൾ ആണ് ഉപയോഗിക്കുന്നത്. ഹി റീച്ച്ഡ് ആൻ അമിക്കബിൾ എഗ്രിമെന്റ് എന്നുള്ള കറക്റ്റ് ആൻസർ. അടുത്ത ഹിസ് ബിഹേവിയർ ഈസ് സോ ഡാഷ് ദാറ്റ് നോ വൺ ലൈക്സ് ഹിം. ചൈൽഡിഷും ചൈൽഡ് ലൈക്കും തമ്മിൽ. ചൈൽഡിഷ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു വിവരവും അല്ലെങ്കിൽ ഒരു എന്താണ് ശ്രദ്ധയുമില്ലാത്ത, കെയർലെസ് നടത്തില്ല ചൈൽഡിഷ് കൊണ്ട് ഉദ്ദേശിക്കും. ചൈൽഡ് ലൈക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇന്നസെന്റ് എന്ന അർത്ഥമില്ല. ഒരു കുട്ടിയെ പോലെ എന്ന് വെച്ചാൽ വളരെ നിഷ്കളങ്കമായിട്ട്. ചൈൽഡ് ലൈക്ക് എപ്പോഴും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യം, എന്നാൽ ചൈൽഡിഷോ ഫേവറബിൾ അല്ലാത്തതോ. ഇവിടെ നോ വൺ ലൈക്സ് ഹിം എന്ന് പറയുമ്പോൾ ഫേവറബിൾ അല്ല. സോ ഇവിടെ എന്തെങ്കിലും വേണ്ടതാണ്? ചൈൽഡിഷ്. ഹിസ് ബിഹേവിയർ ഈസ് സോ ചൈൽഡിഷ് ദാറ്റ് നോ വൺ ലൈക്സ്. ദി കോഴ്സ് ഡാഷ് ആർ മച്ച് ഇൻ ഡിമാൻഡ് നൗ ഫോർ റീസൺസ് ഓഫ്. ഇത് ധാന്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ധാന്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സെറൽസ് ഇതാണ് ഉപയോഗിക്കുന്നത്. സെറൽസ് എന്ന് വെച്ചാൽ എന്താ? പരമ്പരകൾ നടത്തില്ല. സെറൽസ് ഇതാണ് കറക്റ്റ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത് നോക്കുക, ഇഡിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇഡിയും ഫ്രേസുമായി ബന്ധപ്പെട്ട പുട്ട് ഔട്ട് നമുക്കറിയാം എന്താണ്? എക്സ്റ്റിങ്ക്വിഷ്. ടു കം ടു ടേംസ് എന്ന് അർത്ഥം എന്താ? ടു ലേൺ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്സെപ്റ്റ് സംതിങ്. എന്തെങ്കിലും മനസ്സിലാക്കുവാനോ അംഗീകരിക്കുവാനോ പഠിക്കുക. അതാണ് ടു കം ടു ടേംസ് കൊണ്ട്. അതാണ് ടു ലേൺ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്സെപ്റ്റ് സംതിങ്. അടുത്ത് ഇൻ ദ ബ്ലൂസ്. അതാണ് ഇൻ ദ ബ്ലൂസ് കൊണ്ട്. ടു ബി ഓർ ഫീൽ ജനറലി സാഡ് ഓർ മെലങ്ക്. നമ്മൾ വിഷമിക്കുക അല്ലെങ്കിൽ മെലങ്ക്ലി ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാൻ തോന്നുന്നതിനെ നമ്മൾ ഇൻ ദ ബ്ലൂസ് എന്ന് പറയുന്നത്. ടു ഗോ അഗൈൻസ്റ്റ് ദ ഗ്രെയിൻ. ഇതാണ് ടു ഗോ അഗൈൻസ്റ്റ് ദ ഗ്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫറെന്റ് ഫ്രം വാട്ട് ഈസ് നോർമൽ ഓർ ഇതാണോ നോർമൽ ആയിട്ടുള്ളത്, യൂഷ്വൽ ആയിട്ടുള്ളത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്നത് നമ്മൾ ടു ഗോ അഗൈൻസ്റ്റ് ദ ഗ്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് സാധ്യതയുള്ള ഇടിയും. ലാൻഡ് ഓഫ് മിൽക്ക് ആൻഡ് ഹണി എന്താണ്? എ പ്ലേസ് where there is plenty of food and money and life is ആഹാരവും പൈസയും അതുപോലെ തന്നെ ജീവിതം വളരെ സുഖമായി പോകുന്ന സ്ഥലമുണ്ടോ ആ സ്ഥലത്തെയാണ് നമ്മൾ ലാൻഡ് ഓഫ് മിൽക്ക് ആൻഡ് ഹണി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ കമ്പൾസറി ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ UPSC 2023 നടത്തിയ UPSC പരീക്ഷ. തീർച്ചയായിട്ടും നമുക്ക് ഈ തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നമ്മുടെ പരീക്ഷയിലും വരാൻ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് makes you smart in English.